നിതിൻ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോ അന്വേഷണത്തിന് കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അപ്പൊ SIT പറഞ്ഞ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പറയുന്നു അന്വേഷണം ആവശ്യമാണെന്ന്. യഥാർത്ഥത്തിൽ ഈ SIT അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ ഈ SIT അന്വേഷണം നടക്കുന്നത്. അപ്പൊ അതിനേക്കാൾ പ്രയോജനം അന്വേഷണത്തിന് ഉണ്ടാകുമോ? തീർച്ചയായും ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടതിയുടെ നിർദ്ദേശാനുസരണം കൈമാറുമ്പോൾ അത് കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ CPM-ന്റെ രണ്ട് മുതിർന്ന നേതാക്കൾ, അതായത് ഒന്ന് മുൻ MLA A. പത്മകുമാറും CPM-ന്റെ സഹയാത്രികൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ മന്ത്രിയുടെ സ്റ്റാഫ് അംഗമായിരുന്ന വാസു, ഈ രണ്ടുപേർ ജയിലിനകത്താണ്. കൂടാതെ CPM യൂണിയനിലെ നേതാവായിരുന്ന മുരാരി ബാബു, കഴിഞ്ഞ ദിവസം ശ്രീകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയവരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ അന്വേഷണം ഉന്നതരിലേക്ക് നീളുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ ഇത് ഏകദേശം അന്വേഷണം നിലച്ച മട്ടാണ് എന്നൊരു ആക്ഷേപം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം കോടതി കൈമാറിയിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസന്വേഷണം നടത്തുമ്പോൾ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട്. ഈ ശബരിമല സ്വർണ്ണ മോഷണം നടക്കുന്ന കാലയളവിൽ ദേവസ്വം മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുണ്ട്, വാസവനുണ്ട്, രാധാകൃഷ്ണനുണ്ട്. ഇവരിലേക്കെല്ലാം അന്വേഷണം നീളണം. കാരണം ഇവർ കള്ളന്മാരാണെന്നോ നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ ഇവർ കൊള്ള നടത്തിയിട്ട്, പക്ഷേ അന്വേഷണം ഇവരിലേക്ക് നീണ്ടാൽ ഇതുമായി ബന്ധപ്പെട്ട ചില കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന വിശ്വാസം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട്. കൂടാതെ നിലവിൽ കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും SIT അന്വേഷണത്തിന് പുറമെ ഈ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട CPM-ന്റെ ഇടപെടൽ പുറത്തു വരുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കുമുള്ളത്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കൊള്ള ചെയ്ത് കൊണ്ടുപോയത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണെന്ന് ഇതിനകം കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം അറിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു വലിയ കൊള്ള നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവായ വിലയിരുത്തൽ. ഇതിന്റെ ചുരുൾ അഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഴിക്കണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ആരെല്ലാം ഇതിന്റെ പങ്കുപറ്റിയിട്ടുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പങ്കുപറ്റിയ ഉന്നതരായ ആളുകൾ ആരെല്ലാമാണ്, ഈ കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തണമെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നിർബന്ധമാണ്. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനും വാസുവിനെ അറസ്റ്റ് ചെയ്യാനും അടക്കം തയ്യാറായത്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉന്നതരിലേക്ക് അറസ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇത്തരം അറസ്റ്റ് നടന്നിട്ടും മുൻ MLA-യും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിന്റെ അറസ്റ്റ് നടന്ന അദ്ദേഹത്തെ ജയിലിലടച്ചിട്ടും പത്മകുമാറിനെ തള്ളിപ്പറയാൻ ഇതുവരെ CPM തയ്യാറായിട്ടില്ല. കാരണം പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞാൽ കൂടുതൽ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുമോ എന്നൊരു ഭയം CPM-നുണ്ടോ എന്നൊരു സംശയം കേരളത്തിലെ ജനങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ള കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ശബരിമല കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകും. ഉന്നതരായ പല വ്യക്തികൾക്കും ജയിലഴിക്കുള്ളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. കാരണം ജാതി മത വ്യത്യാസ ഭേദമന്യേ കേരളത്തിൻ്റെയും പുറത്തെയും ആളുകൾ തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ പുറത്തുനിന്നും ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരാണ് ഓരോ മണ്ഡല മകരവിളക്ക് സമയത്ത് നട തുറക്കുമ്പോഴെത്തുന്നത്. മാസപൂജയ്ക്കും 10,000 ശബരിമല സന്നിധാനത്തേക്ക് തൊഴാനായി എത്തുന്നുണ്ട്. ഈ ശബരിമല സന്നിധാനത്ത് പാവപ്പെട്ട ഭക്തജനങ്ങൾ അവരുടെ ആഗ്രഹ സാഫല്യത്തിന് ശേഷം അവർ നൽകുന്ന കാണിക്കയാണ്, അല്ലെങ്കിൽ അവരുടെ വഴിപാടായി നൽകുന്ന സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഇടനിലക്കാരെ വെച്ച് വമ്പൻ സ്രാവുകൾ ഇത് കട്ടുകൊണ്ടുപോയി വിൽപ്പന നടത്തി പണം സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുന്നത്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരൽമീനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പിന്നിൽ വൻ സ്രാവുകൾ ഇപ്പോഴും വിലസുന്നുണ്ട്. ഇത്തരം സ്രാവുകളെ പിടികൂടണമെങ്കിൽ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വേണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്താൽ A to Z കാര്യങ്ങൾ അന്വേഷിക്കും. അടിമുടി അന്വേഷണം നടന്നാൽ വമ്പൻ സ്രാവുകൾ വലയിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഈ കേസിനകത്ത് പറ്റിയ നിർണായക ഇടപെടൽ കോടതിയിൽ നിന്ന്
ഉണ്ടായിരിക്കുന്ന വാസു ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ കൂടി കോടതി തള്ളിയിട്ടുണ്ട്. കാരണം കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ഇവർ കളവ് ചെയ്ത ആളുകളാണ്. പക്ഷേ കളവ് ഇവർ മാത്രമല്ല, ഇവർക്ക് പിന്നിലുള്ള ആളുകളെ കൂടി വെളിച്ചത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ്. പക്ഷെ പൊതുവെ ഒരു പ്രചാരമുണ്ട്, ED ഈ CPM അതായത് LDF സർക്കാരിനെ വെറുതെ ഒന്ന് വിരട്ടി നിർത്തുകയുള്ളൂ. അതായത് പല വിഷയങ്ങൾ ഇതിനു മുന്നുള്ള പല ED അന്വേഷണങ്ങളിലും CPM-ഉം കേന്ദ്രവുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായിട്ട് ED അന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരു വിരട്ടൽ മാത്രമാണ് എന്നും പല ആരോപണങ്ങളും പല കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഒരു സമൻസ് വന്നത് അത് ED-യുടെ സമൻസ് അല്ലായിരുന്നോ? മുഖ്യമന്ത്രിക്കെതിരായ സമൻസ് വന്നിരുന്നു. അപ്പൊ അതിലൊന്നും ഒരു അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല, യാതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ED എത്രത്തോളം നമുക്ക് വിശ്വസിക്കാനാവും? തീർച്ചയായും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിന്നെ പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുക. പക്ഷേ ഈ കേസിലൊന്നും ചേച്ചി പറഞ്ഞതുപോലെ കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നല്ലാതെ മറ്റൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിലെ BJP-യുമായി സംസ്ഥാനത്തെ CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമുള്ള രഹസ്യ ബാന്ധവത്തിന്റെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ബാക്കി പത്രമാണ് ഇത്തരത്തിൽ രക്ഷപ്പെടൽ എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണം. ഈ ഒരു പശ്ചാത്തലത്തിൽ ചേച്ചി ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തമാണ്. ഈ ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ED ഏറ്റെടുക്കുമ്പോൾ 4 മാസം കഴിഞ്ഞാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ED-യെ വെച്ച് BJP-ക്ക് വിലപേശാനുള്ള അവസരം വന്നിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മുൻകാല കേസുകളുടെ ചരിത്രം അങ്ങനെയാണ്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട, കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കരിമനൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയും മകളും മകനും അടക്കം ആരോപണത്തിന്റെ നിഴലിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന്റെ റഡാറിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്ന പരാതി കേരളത്തിൽ വ്യാപകമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ശബരിമല കേസ് ED അന്വേഷണം ഏറ്റെടുക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഒരു BJP CPM ഡീൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഈ കേസ് വെച്ചിട്ടുണ്ടാകുമെന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കേരളത്തിൽ BJP-യും CPM-ഉം ഈ കേസ് മുൻനിർത്തി അവർ ഒത്തുതീർപ്പാക്കുമോ, അവർ ഒരു ഡീല് നടത്തി ഉന്നതരെ രക്ഷിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനില്ല. അതിൻ്റെ ഒരു മറുവാദം കൂടിയുണ്ട്. 2018 സുപ്രീം കോടതി യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായ ശബരിമല പ്രക്ഷോഭ കാലത്ത് ഈ പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്നത് ആരെന്തു പറഞ്ഞാലും BJP ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അന്നത്തെ BJP-യുടെ സമുന്നതായ വനിതാ നേതാക്കളുടെ ഒരാളായ ശോഭാ സുരേന്ദ്രന്റെ അടക്കം നേതൃത്വത്തിൽ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധം പോലെയുള്ള വലിയ പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള കേരളം മുഴുവൻ വലിയ ചർച്ചയായിട്ടും BJP-യുടെ ഭാഗത്തുനിന്ന് 4 പ്രസ്താവനകളല്ലാതെ ഒരു സമരം പോലും നടന്നിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടി BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു നാടകത്തിന്റെ ബാക്കി പത്രമാണോ? ഇവർക്ക് ഒത്തുതീർപ്പ് രാഷ്ട്രീയം നടത്താൻ, ഇവർക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് നടത്തി ഇരുവരും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനുള്ള വഴിവിട്ട നീക്കമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയുടെ നിർണായകമായ ഉത്തരവുണ്ട്. ഇതുവരെ ഉണ്ടായ അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറി അവർ അന്വേഷണം ആരംഭിച്ചാൽ സത്യം പുറത്തു വരുമെന്നൊരു പ്രതീക്ഷ കേരളത്തിലെ കോടിക്കണക്കിനായ ആളുകൾക്കുണ്ട്. പക്ഷേ അവിഹിത ബന്ധം തുടർന്നാൽ ആ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുമെന്ന് മാത്രമല്ല, CPM-ഉം BJP-യും തമ്മിലുള്ള ഡീല് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ആ ഡീലിന്റെ ബാക്കി പത്രം CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരെ ജയിലിൽ പോകാതെ രക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് BJP-യിലേക്ക് നിയമസഭയിലേക്ക് ആളുകൾ എത്തിക്കുന്ന പണി കൂടി CPM ഏറ്റെടുക്കേണ്ടി വരുമെന്ന കാര്യത്തിലും തർക്കമില്ല.